അതിനുശേഷം ഈ കൊലപാതകം ഉണ്ടാകുന്നു. പിന്നെ എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഈ 10-20 SFIക്കാർ ചേർന്നിട്ട് ആ ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊന്നു. 130ഓളം വരുന്ന വരിയുടയ്ക്കപ്പെട്ട വിദ്യാർത്ഥികൾ മൗനമായി ആ ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിന് സാക്ഷികളായി നിന്നു. ആ കൊലപാതകത്തിന് വേണ്ടുന്ന എല്ലാ ഒത്താശയും നാരായണൻ എന്ന് പറയുന്ന ഡീനിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തു. അതിനുശേഷം എന്തെല്ലാം സംഭവിച്ചു? ഞാൻ ചോദിച്ചോട്ടെ, ശശീന്ദ്രൻ എന്ന് പറയുന്ന മുൻ MLAക്ക് വളരെ റാൻഡമായി നടക്കുന്ന ഒരു സംഭവമാണ് എങ്കിൽ, CPM നേതൃത്വത്തിന് പങ്കില്ല എങ്കിൽ, CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും വയനാട് ജില്ലയിലെ CPMൻ്റെ ഒന്നാമത്തെ നേതാവുമായ ശശീന്ദ്രന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രതികൾക്കൊപ്പം മജിസ്ട്രേറ്റിനെ കാണാൻ പോയത്? മജിസ്ട്രേറ്റിനെ കാണാൻ പോകാൻ ശശീന്ദ്രൻ എന്താ വക്കീലാണോ? ചെരുപ്പിടാതെ പാല് കറന്ന് നടക്കുന്ന ആളാണ് ശശീന്ദ്രൻ. ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത ആളാണ് ശശീന്ദ്രൻ എന്നൊക്കെ CPMകാരൻ്റെ വായ്ത്താരി ഉണ്ടായിട്ടുണ്ട്. ആ ശശീന്ദ്രൻ കേസ് പറയുന്ന വക്കീലാണോ മജിസ്ട്രേറ്റിനെ കാണാനായിട്ട് ഒപ്പം പോകാനായിട്ട്? അപ്പോൾ ശശീന്ദ്രൻ്റെ പങ്ക് നിർബന്ധമായും ഈ കേസിനകത്ത് അന്വേഷിക്കണം. അതിനുശേഷം 20 പേര് ആ ചെറുപ്പക്കാരനെ കൊന്നുവെങ്കിൽ ഇന്ന് നടക്കുന്നത് വെർച്വൽ കില്ലിംഗ് ആണ്. ആ ചെറുപ്പക്കാരനെ സമൂഹ മാധ്യമത്തിലൂടെ CPM ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായി കൊന്നതിന് ശേഷവും വിചാരണ ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുക. എല്ലാ CPMകാരും ചെയ്യുന്നത് പോലെ കുമാരപിള്ള സഖാവിൻ്റെ അതേ പ്രവൃത്തി ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടതിന് ശേഷം ആ ചെറുപ്പക്കാരനെതിരെ ഇന്റേണൽ കംപ്ലയിൻറ്റ്സ് അതോറിറ്റിക്ക് ഒരു പരാതി കൊടുത്തു എന്ന വ്യാജേന ഒരു പെൺകുട്ടിയുടെ വ്യാജ പരാതി ഉണ്ടാക്കി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിചാരണ ഉണ്ടായതെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്റേണൽ കംപ്ലയിൻറ്റ്സ് അതോറിറ്റിക്ക് കൊടുത്ത പരാതി, ആ പരാതിയുടെ ഡേറ്റ് തന്നെ 18-ാം തീയതിയാണ്. അതായത് ഈ ചെറുപ്പക്കാരൻ മരിക്കുന്ന ദിവസം. ഈ ചെറുപ്പക്കാരൻ അതിന് 3 ദിവസം മുൻപ് തൊട്ട് ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ 18-ാം തീയതി ഈ പെൺകുട്ടി ICCക്ക് ഒരു പരാതി കൊടുക്കുമെന്ന് എങ്ങനെയാണ് 16-ാം തീയതി അവിടുത്തെ SFIക്കാർക്ക് അറിയാൻ കഴിയുക? അവിടുത്തെ SFIക്കാർക്ക് ജ്യോതിഷം പരിചയമുണ്ടോ? അവർക്ക് ഫോർട്ടൽ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ? അപ്പോൾ ഇത് ആസൂത്രിതമാണ്. അപ്പോൾ ഈ കേസിനകത്ത് ആ പരാതിയുടെ അടിയിൽ ആ ചെറുപ്പക്കാരൻ മൃതശരീരമായി അവൻ്റെ അമ്മ വാവിട്ട് കരയുന്ന സമയത്തും ആ പരാതിയുടെ അടിയിൽ ഒപ്പിട്ടിരിക്കുന്ന അധ്യാപക സമൂഹം കേരളത്തിൽ SFI എന്ന് പറയുന്ന അരാജക തീവ്രവാദ സംഘടനയെ ഇങ്ങനെ അഴിച്ചുവിടുന്നതിനകത്ത് മുഖ്യ പങ്ക് ഈ അധ്യാപക സമൂഹത്തിനുള്ളതാണ്. അവരാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ പശ്ചാത്തലം അറിയാലോ. ഈ അക്രമം നടത്തുന്ന അക്രമിക്കൂട്ടത്തിന് ആവശ്യമില്ലാതെ ക്ലാസ്സിൽ കയറാതെ അറ്റൻഡൻസ് കൊടുക്കുന്നത് ഈ അധ്യാപക സംഘടനയിൽ അധ്യാപക സമൂഹമാണ്. ഇവരാണ് എഴുതാത്ത പരീക്ഷയിൽ അവരെ പാസ്സാക്കുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി എഴുതാത്ത പരീക്ഷയിൽ പാസ്സായി എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത അധ്യാപകൻ ആ അധ്യാപകനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. SFI എന്ന് പറയുന്ന അരാജക സംഘടനയ്ക്ക് വഴിപ്പെടാത്ത അധ്യാപകരെ നിലം തൊടാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാരനെ അതിനുശേഷവും കൊന്നതിന് ശേഷവും നിരന്തരമായി മയമില്ലാതെ കൊന്നുകൊണ്ടിരിക്കുക. ഇന്നലെ ആ ഡീൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളി ക്രിമിനൽ അയാൾ പറഞ്ഞതെന്താ? നിങ്ങൾ അയാളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ? അയാളുടെ മുഖത്തോ അയാളുടെ മനസ്സിലോ അയാളുടെ ശരീരഭാഷയിലോ അയാളുടെ വാക്കുകളിലോ കുറ്റബോധത്തിൻ്റെ ലെവലേശ തുമ്പെങ്കിലും അതിനകത്തുണ്ടോ? ഇല്ല. അയാൾ ഒരു കൊടും കുറ്റവാളിയെ പോലെ അയാൾ ഈ വെർച്വൽ കൊലപാതകങ്ങൾക്ക് ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക. ഡീൻ പറഞ്ഞത് ഞാൻ സെക്യൂരിറ്റി ആണോ ഇതൊക്കെ ചോദിക്കാനെന്നാണ്. അയാൾക്ക് ആ പദവിയുടെ മഹത്വം അറിയാത്തതുകൊണ്ടാണ്. അതേ മിസ്റ്റർ ഡീൻ, നിങ്ങൾ സെക്യൂരിറ്റി തന്നെയാണ്. നിങ്ങളുടെ ക്യാമ്പസിലെ കുട്ടികളുടെ ജീവൻ്റെയും സ്വത്തിൻ്റെയും സെക്യൂരിറ്റി തന്നെയാണ് നിങ്ങൾ. അത് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ പദവിയിൽ തുടരാൻ അർഹനല്ല. ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമ ചർച്ചകൾ, ഇവിടെ ശ്രീ അബിൻ വർക്കി അടക്കമുള്ള ആളുകളുണ്ട്. മാധ്യമ ചർച്ചകളിൽ SFIയുടെ നേതാക്കന്മാർ വന്നിരുന്ന ന്യായീകരിക്കുക. സ്വർണ്ണക്കടത്ത് പോലൊരു കേസിനകത്ത് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്നില്ല എന്ന് CPM തീരുമാനമെടുത്തു. അവരുടെ ഈ സംസ്ഥാനത്തിനകത്ത് ഒന്നാമത്തെ നേതാവിനെ ന്യായീകരിക്കാൻ അവരെ ന്യായീകരിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്ത സംഘടന എന്തുകൊണ്ടാണ് ഈ കൊലപാതക കേസിലെ പ്രതികൾക്ക് ന്യായീകരണവുമായി കടന്നു വരുന്നത്? അത് ആ സംഘടനയ്ക്ക് കൊടുക്കുന്ന പ്രോത്സാഹനമാണ്. ആ സംഘടനയിലെ കേഡറുകൾക്ക് പരമേശ്വരൻ, കഥാകൃത്തായ പരമേശ്വരൻ എഴുതിയിട്ടുണ്ടെന്ന്. SFIയുടെ മാതൃസംഘടനയല്ല CPMൻ്റെ മാതൃസംഘടനയാണ് SFI. അക്രമത്തിൻ്റെ കാര്യത്തിൽ, നിയമവാഴ്ചയെ ബഹുമാനിക്കാത്ത കാര്യത്തിൽ, അരാജകത്വത്തിൻ്റെ കാര്യത്തിൽ CPMൻ്റെ മാതൃസംഘടനയായി SFI എന്ന് പറയുന്ന സംഘടനയെ രൂപപ്പെടുത്തുവാൻ വേണ്ടി, ക്രിമിനലുകളെ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ചകളിൽ വന്നിരുന്ന ഈ കൊലപാതകികളായിട്ടുള്ള ആളുകൾക്ക് നിരന്തരമായി CPMൻ്റെ നേതാക്കന്മാർ SFIക്കാർ ന്യായീകരണം പറയുന്നത്. ഈ കൊലപാതകമുണ്ടായി ഇതുവരെ എത്ര കള്ളങ്ങൾ പറഞ്ഞു? ഒന്നാമത് പറഞ്ഞു ഇത് ആത്മഹത്യയാണെന്ന് പറഞ്ഞു. അത് നട്ടാൽ കളിക്കാത്ത നുണയാണെന്ന് മനസ്സിലായപ്പോൾ അവർ തന്നെ ഈ സിദ്ധാർത്ഥൻ്റെ വീടിൻ്റെ വാതിക്കൽ ഒരു ഫ്ലക്സ് വെച്ചു, ഇതിനകത്തെ പ്രതികളെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഇത് കൊലപാതകമാണെന്ന്. അപ്പോൾ അത് നാട്ടുകാരും വീട്ടുകാരും ഇടപെട്ടപ്പോൾ ആ ഫ്ലക്സ് ബോർഡ് മാറ്റേണ്ടുന്ന സാഹചര്യമുണ്ടായി.
അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എന്താ, ഇതിനകത്തെ പ്രതികൾക്ക് മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ആ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്ന് പറഞ്ഞ് ഇവർ മാർക്ക് ചെയ്ത ആളുകൾ SFIയുടെ യൂണിയൻ നേതാക്കന്മാരാണ് എന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ ആ കള്ളവും പൊളഞ്ഞു. അപ്പം നിരന്തരമായി ഈ സംഭവം ഉണ്ടായതിനു ശേഷം കള്ളം പറഞ്ഞുകൊണ്ട് ഈ കൊലപാതകത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, കൊലപാതകത്തിൽ പങ്കാളികളായ ആളുകളുടെ പങ്കിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർവകലാശാലയിൽ തന്നെ അശോക് എന്ന് പറയുന്ന VC SFIയുടെ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ് അശോക് എന്ന് പറയുന്ന വൈസ് ചാൻസലറെ അവിടുന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ അക്രമങ്ങൾക്കെല്ലാം സർക്കാർ ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ്.